Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സ്മാർട്ട് ഫോണാണ്. ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് 08i. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ 0 സീരീസ് ഇന്ത്യയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന് മുമ്പത്തെ ഡിവൈസ് ഇറങ്ങിയത്. ഇൻഫിനിക്സ് 05 ആണ് ഇറങ്ങിയത്. അത് 2017 ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിനുശേഷം ഇൻഫിനിക്സ് അവർ 0 സീരീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവർ എസ് സീരീസ്, അതേപോലെ ഹോട്ട് സീരീസ്, അങ്ങനത്തെ നോട്ട് സീരീസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സീരീസുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ 0 സീരീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി സ്മാർട്ട് ഫോണാണ്. അതായത് അവർ ഏറ്റവും ബെസ്റ്റ് കാറ്റഗറി സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നല്ല ഫീച്ചേഴ്സാണ്. ഹീലിയോൻ്റെ G90T ഒക്ടോകോ പ്രോസസ്സർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. ലാർജ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നല്ലൊരു ഡിസൈൻ ആസ്പെക്റ്റ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് 08ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും ബാക്കി എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഫിനിക്സ് 08iൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ബോക്സ് പാക്കേജ് വരുന്നത്. 08i മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈഡിലും 08i എന്ന് കാണാം. അപ്പോൾ ബാക്കിൽ സ്പെസിഫിക്കേഷൻ എഴുതിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി നോക്കാം. 6.85 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസ് 90 Hz റിഫ്രഷ് റേറ്റും ടച്ച് സാമ്പിളിംഗ് റേറ്റും 120 ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹീലിയോ G90T പ്രോസസ്സറാണ്. 8+120 GB സ്റ്റോറേജ് ആണ്. ഒരേ ഒരു വേരിയൻ്റേ വരുന്നുള്ളൂ, 8+128. 4500 mAh കപ്പാസിറ്റി ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ വിത്ത് നൈറ്റ് മോഡ്. പിന്നെ അതേപോലെ തന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ ഡുവൽ സെൽഫി ക്യാമറയാണ്. 16+8 മെഗാപിക്സൽ ഡുവൽ സെൽഫി ക്യാമറ. പിന്നെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അറൗണ്ട് 15,000 to 16,000 ആണ് പ്രൈസിങ് എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ പ്രൈസിങ് അറിയുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ പലരും ചോദിക്കാറുണ്ട് സാർ വാല്യൂ. ഇവിടെ കാണാൻ നമുക്ക് 0.399 ആണ്. ഹെഡ് സാറ്, ബോഡി സാറ് 0.854 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് സാർ വാല്യൂൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ്സിലെ സപ്പോർട്ടും ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സ് തുറക്കാം. നമുക്ക് 08i എന്ന് കാണാം. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ മേളിൽ കാണുന്ന ഡിവൈസാണ്. അപ്പോൾ 08i നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫിക്കേഷനൊക്കെ ഒന്നുകൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പീൽ ഓഫ്. ഇവിടെ നമ്മൾ കണ്ടില്ലേ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. വളരെ ലാർജായ ഡിവൈസാണ്. അറൗണ്ട് 202 ഗ്രാംസ് ആണ്. പക്ഷേ ഭയങ്കര ഹെവി അല്ല. പോക്കോ X3 ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഹെവി അല്ല ഇത്. ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 16+8 മെഗാപിക്സലാണ് വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് കാണാം ഇവിടെ നമുക്ക് വോളിയം കീസും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ടും ഇവിടെ കാണാൻ സാധിക്കും. 2 സിം കാർഡും ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ടും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് സ്ക്വയറിഷ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ക്യാമറയ്ക്ക്. 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഡെപ്ത് സെൻസറൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ കാണുന്നത് ഇൻഫിനിക്സിൻ്റെ ലോഗോ കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വലിച്ച് മാറ്റാം. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ലോഗോ ഉണ്ടല്ലേ നിങ്ങൾ. പിന്നെ ഒരു നല്ലൊരു പാറ്റേൺ ആണ് ഇവിടെ, ഒരു വി പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ തികച്ചും ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ നമ്മൾ സാധാരണ റിയൽമിയിലും ഷവമിയിലും ഒക്കെ കാണുന്ന പോലത്തെ ഒരു ഡിസൈനല്ല. കംപ്ലീറ്റ്ലി ഒരു റിഫ്രഷിങ് ചേഞ്ചാന്ന് പറയാം. നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. പക്ഷേ വളരെ സ്ട്രോങ് ആയ ഒരു പോളികാർബണേറ്റ് എന്ന് പറയാം. സാധാരണ മാരത്തെ ഒരു പോളികാർബണേറ്റ് അല്ല, നല്ല സ്ട്രോങ് ആയ ഒരു ബിൽഡാന്ന് പറയാം. പിന്നെ മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫിനിക്സിൻ്റെ ലോഗോയും കാണാം. പിന്നെ സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. വോളിയം കീസ് കാണാം. ഇവിടെ സിം ട്രേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ടഡ്. പിന്നെ താഴെ വരുന്നത് USB Type-C പോർട്ടും 3.5mm ഹെഡ്ഫോൺ ജാക്കുമാണ് വരുന്നത്. പിന്നെ സ്പീക്കർ യൂണിറ്റും കാണാം. മോൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. ക്വിക്ക്ലി പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് വരുന്ന ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഒന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഔട്ട്പുട്ട് 9 വോൾട്ട് 2 ആംപിയർ, പിന്നെ 12 വോൾട്ട് 1.5 ആംപിയർ. അതായത്
ഇതിനകത്ത് വരുന്നത് 18 വോട്ട് മാക്സിമം ബോക്സിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇത് 33 വോട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇതിനകത്ത് വരുന്ന ചാർജർ 18 വോട്ടേ ഉള്ളൂ, പക്ഷേ 33 വോട്ട് വരെ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. പിന്നെ ബോക്സിനകത്ത് വരുന്നത് USB Type-C കേബിളാണ്. ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിൻ്റെ Type-C കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു സിം ഇജക്റ്റ് പിൻ കാണാം, ഒരു സ്റ്റാൻഡേർഡ് സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ കുറച്ചൊരു സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇൻഫിനിക്സ് കൊടുക്കുന്ന ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലേ, Infinix Zero 8 അതിൻ്റെ ഇൻഫാക്റ്റ് 8ൻ്റെ സ്റ്റിക്കറാണ്. ഇൻഫിനിക്സ് 8 സീരീസിൻ്റെ 08 എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സ് കാണാം. പിന്നെ ഒരു ഈ മാനുവലും വാറൻറ്റി ഇൻഫർമേഷനും പിന്നെ അവരൊരു എക്സ് ക്ലബിൻ്റെ ഒരു ഇതുമാണ്. പിന്നെ ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു TPU കേസാണ് വരുന്നത് ഫോണിൻ്റെ അതേപോലെ തന്നെയുള്ള. പിന്നെ ഒരു സ്ക്രീൻ ഗാർഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാണ് 6.85 ഇഞ്ചസ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റാണ് നിങ്ങൾക്ക് കാണാൻ. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് നല്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് പാനലിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സെറ്റിംഗ്സ് പാനൽ. അപ്പോൾ പുതിയ XOS 7ൻ്റെ UI ആണ്. നല്ല ഒരു UI ആണെന്ന് പറയാം. Android 10 ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഡീറ്റെയിലായി പിന്നെ റിവ്യൂവിൽ പറയാം. നല്ല ഒരു UI ആണെന്ന് പറയാം, പക്ഷേ കുറച്ചൊരു ക്ലട്ടേർഡാണ്. കാരണം ഒരുപാട് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തവണയും കണ്ടില്ലേ കുറേ ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അത് പ്രോബ്ലി ഇൻഫിനിക്സിൻ്റെ ഒരു ഇതാണ്. എല്ലാ ഫോണിലും അവരുടെ ഒരു എന്താ പറയുക പ്രീ ഇൻസ്റ്റാൾഡ് ആയ കുറേ ആപ്സ് വരുന്നുണ്ട്. ഇവിടെ DTS സറൗണ്ട് സൗണ്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ ഒന്നുകൂടെ പോകാം. മൈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡോൾഫിൻ ആണ്, 7.0 ആണ്, 120 GB സ്റ്റോറേജും 8 GB റാമും, 48 MP ക്വാഡ് ക്യാമറ, 16 MP ഡുവൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ Android 10 ആണ് വേർഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് UIൻ്റെ ഫീച്ചേഴ്സ് കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു 90 ഹെർട്സ് റിഫ്രഷ് ചെയ്യണ്ടല്ലേ, 1690 ഹെർട്സും ഓപ്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ XOS ആണ് വരുന്നത്, Android 10 ആണ് വരുന്നത്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് നോക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് AI ക്യാമാണ് വരുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് കാണുകയാണെങ്കിൽ HDR മോഡുണ്ട്, 48 MP മോഡുണ്ട്, പിന്നെ ബ്യൂട്ടി മോഡ്, ബൊക്കെ മോഡ്, സൂപ്പർ നൈറ്റ് മോഡ് ഉണ്ട്. നൈറ്റ് മോഡ് നല്ല ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറയും അത്യാവശ്യം ഡുവൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ 18 വാട്ട് ചാർജറുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലി ഒരു 33 വാട്ട് ചാർജർ കൂടെ മേടിക്കുകയാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ചാർജിങ് ടെസ്റ്റൊക്കെ നമുക്ക് പിന്നീട് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിലായി പറയാം എത്ര സമയം എടുക്കുന്നൊക്കെ ഉള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇത് വെറും അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഡിവൈസാണെന്ന് പറയാം. പ്രോബ്ലി ഇൻഫിനിക്സിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ലൊരു മികച്ച ഡിവൈസാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒരു ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണെന്ന് പറയാം. Helio G90T, 8 GB RAM, 120 GB സ്റ്റോറേജ്, 48 MP ക്വാഡ് ക്യാമറ, 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 4500 mAh കപ്പാസിറ്റി ബാറ്ററി, ഡുവൽ സെൽഫി ക്യാമറ, പഞ്ച് ഹോൾ ക്യാമറയാണ്. അപ്പോൾ എല്ലാത്തിലും കൊണ്ട് തന്നെ ഇൻഫിനിക്സ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കിപ്പോൾ അറിയത്തില്ല. പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻസിലോ അല്ലെങ്കിൽ ടൈറ്റിലോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് 08ൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.